ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ കുറുവാ സംഘം നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ 2 മോഷ്ടാക്കളെ പിടികൂടി. ഇടുക്കി രാജകുമാരിയിൽ നിന്നാണ് തമിഴ്നാട്ടിൽ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ച മോഷ്ടാക്കളെ പിടികൂടിയത്. കഴിഞ്ഞ നവംബറിലാണ് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുറുവാ സംഘം മോഷണം നടത്തിയത്. പിന്നാലെ പോലീസ് അന്വേഷണവും ഊർജിതമാക്കി. അതിനിടയിലാണ് രാജകുമാരിയിലെത്തിയ മണ്ണഞ്ചേരി പോലീസ് സ്പെഷ്യൽ സ്ക്വാഡ് തമിഴ്നാട്ടിൽ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ച 2 മോഷ്ടാക്കളെ പിടികൂടിയത്. 8 വർഷത്തോളമായി രാജകുമാരിയിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയിരുന്ന കറുപ്പയ്യ, ഇയാളുടെ സഹോദരൻ നാഗരാജ് എന്നിവരെയാണ് പിടികൂടിയത്. ഇതിന്റെ കണ്ണികൾ ഇനിയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. ഈ തൊട്ടടുത്ത പ്രദേശത്ത് ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്ന് താമസിച്ചിട്ട് എന്തായാലും ഇതൊന്നും ഈ പ്രദേശവാസികൾ അറിഞ്ഞില്ല. ഇത് നാട്ടിൽ കൂടുതൽ സമാധാനാന്തരീക്ഷവും ആളുകളുടെ സ്വസ്ഥതയും സമാധാനപൂർവ്വമായി ജീവിക്കുന്ന ആളുകളുടെ സ്വസ്ഥതയൊക്കെ നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇവിടെ എത്തിച്ചേർന്നുള്ളത്. തീർച്ചയായും ഇതിൻ്റെ കണ്ണികൾ ഇനിയും കാണും. അപ്പോൾ ഇവരെല്ലാം ഇതിൻ്റെ അന്വേഷണം വ്യാപിപ്പിച്ച് ഇതിലെ ആളുകളെ കണ്ടെത്തുവാൻ പോലീസ് അതിനുവേണ്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. കറുപ്പയ്യെ രാജകുമാരിയിൽ നിന്നും നാഗരാജനെ ബോഡി നായ്ക്കന്നൂരിൽ നിന്നുമാണ് പിടികൂടിയത്. ആനന്ദ് എന്ന പേരിലാണ് കറുപ്പയ്യ രാജകുമാരിയിൽ താമസിച്ചിരുന്നത്. രാജകുമാരി ടൗണിൽ നിന്നും 2 കിലോമീറ്റർ അകലെയായി വീടും സ്ഥലവും സ്വന്തമായുള്ള കറുപ്പയ്യ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പമാണ് ഇവിടെ താമസിച്ചിരുന്നത്. മകൾ തമിഴ്നാട്ടിൽ പഠിക്കുകയാണ്. ഓട്ടോറിക്ഷയിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തി കഴിഞ്ഞിരുന്ന കറുപ്പയ്യയുടെ പേരിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളില്ലെന്നാണ് വിവരം. സമീപകാലത്താണ് നാഗരാജൻ ഇയാൾക്കൊപ്പം താമസം ആരംഭിച്ചത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.